എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ സാക്ഷി വിചാരണ ചെയ്യുന്നത് രണ്ട് സാക്ഷ്യങ്ങളാണ്. ആദ്യത്തെ ധ്യാനത്തിൻ്റെ ആദ്യ മുഖത്ത് സാക്ഷി വിചാരണ ചെയ്യണത് ഒരു റിനി ടോം, കോതമംഗലം, അതുപോലെ തന്നെ നിഷ തോമസ്, നിലമ്പൂര്. ആഴ്ചയിൽ കുറേ അധികം വലിയ സാക്ഷ്യങ്ങൾ, കാറ്റഗറിക്കലി നല്ല ഡെൻസിറ്റി ഉള്ള സാക്ഷ്യങ്ങളുണ്ടായിരുന്നു. അതിൽ നമ്മളുടെ സബ്ജക്റ്റ് വൈസ് രണ്ട് സാക്ഷ്യങ്ങൾ ഞാൻ സെലക്ട് ചെയ്തിട്ട് നമുക്കതിലേക്ക് പോകാം. എന്താ ഈ നിഷ തോമസും അവരുടെ പ്രശ്നം, അവർ ഈ രണ്ട് കക്ഷികളുടെയും ഒരു കോമൺ ഫാക്ടറുണ്ട്. എന്താണെന്ന് വെച്ചാൽ രണ്ടുപേർക്കും കരിയർ ഗ്യാപ്പ് ഉള്ളതാണ്. കരിയർ ഗ്യാപ്പ് എന്നറിയാമല്ലോ, നമുക്ക് ജോലി, ഇപ്പം നമ്മൾ ലേഡീസിന് ഏറ്റവും കൂടുതൽ പ്രശ്നം ഇത് കരിയർ ഗ്യാപ്പ്. അതായത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു, പഠനം കഴിഞ്ഞു, നമുക്ക് ജോലിയൊന്നും ആയില്ല, നമ്മൾ പെട്ടെന്ന് 10-29 വയസ്സായി നമ്മൾ കല്യാണം കഴിക്കേണ്ടി വരുന്നു. പിന്നെ കല്യാണത്തിൻ്റെതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളും കുഞ്ഞുങ്ങളുടെ ഡെലിവറികളും ഒന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു കുഞ്ഞു കൂടി നമുക്ക് ജോലി കിട്ടാഞ്ഞുകൊണ്ട് പിന്നെ ഒരു കുഞ്ഞു കൂടി നമ്മൾ ജനിക്കുന്നു. അങ്ങനെ വരുമ്പോൾ നമുക്ക് 35 വയസ്സാകുന്നു, നമുക്ക് കരിയർ ഗ്യാപ്പായി പോകും. പിന്നെ നമ്മൾ ഈ ജന്മത്ത് ചില രക്ഷപ്പെടത്തില്ല. ദിസ് ഈസ് നോട്ട് ഒരു സിമ്പിൾ തിങ് അല്ല, വെരി സീരിയസ് തിങ് ആണ് ഇത് ശരിക്കും. കരിയർ ഗ്യാപ്പ്, അത് എഡ്യൂക്കേഷൻ ഗ്യാപ്പ്, ഈ കാര്യങ്ങൾ നിങ്ങൾ ഈ സാക്ഷ്യങ്ങൾ കേൾക്കണം. അതായത് കരിയർ ഗ്യാപ്പ് എങ്ങനെയാണ് അമ്മ ഇതിനെ ഫില്ല് ചെയ്യണത് എങ്ങനെയാണ് നമ്മൾ ഞെട്ടിപ്പോവും. കാര്യം അതിൻ്റെ ട്രാജഡി അനുഭവിച്ചവരെ സംബന്ധിച്ചിടത്തോളം അവർക്കറിയാൻ പറ്റും ഇറ്റ് ഈസ് ഗ്രേറ്റ് തിങ് എന്ന് വെച്ചാൽ. എപ്പോഴും അത് ഒരു വർഷം നമ്മൾ താമസിച്ചാൽ മതി, ഉടനെ നമ്മൾ പോകുന്ന സ്ഥാപനത്തിൽ നമ്മളോട് ചോദിക്കും, നിങ്ങൾ ഈ ഒരു കൊല്ലം എന്നാ ചെയ്യുകയായിരുന്നെന്ന് ചോദിക്കും. അത് അവർ പെട്ടെന്ന് ചോദിക്കത്തില്ല. ആദ്യമൊക്കെ അവർ വലിയ ആനക്കാരിയൊക്കെ പറഞ്ഞിട്ട് ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഇടയ്ക്ക് കയറി ഈ വെടിമരുന്ന് പൊട്ടിക്കും. ഈ ഒരു കൊല്ലം നിങ്ങൾ എന്ത് ചെയ്യത്, അതിൻ്റെ ആൻസർ കറക്റ്റ് അല്ലെങ്കിൽ അവിടെ വെച്ച് പോയി സംഭവം. സോ അത് നിങ്ങൾക്ക് അതിൻ്റെ ഫ്ലോ പോയില്ലേ, എഡ്യൂക്കേഷൻ്റെ ട്രെയിനിങ്ങിൻ്റെ എക്സ്പീരിയൻസ് ഫ്ലോ പോയി. അപ്പോൾ നിങ്ങൾ അയോഗ്യരായി. ഉടമ്പടി ഭാഷ പറഞ്ഞാൽ യു ലോസ്റ്റ് യുവർ മെറിറ്റ്. അതാണ് പ്രശ്നം, മെറിറ്റ് പോവുകയാണ്. ഞാൻ എപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഉടമ്പടി മാത്രമേ നോട്ട് ബൈ മെറിറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരു പ്രാർത്ഥന രൂപമുള്ളൂ. വേണമെങ്കിൽ കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഉടമ്പടിയാണ് മെറിറ്റ്. ഇപ്പോൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം രണ്ട് കാര്യങ്ങളാണ്. ഇപ്പോഴല്ല ഇതൊരു തീരുമാനമായത്. പണ്ട് മുതലേ മനുഷ്യൻ്റെ ജീവിത പ്രശ്നങ്ങളെ അവനെ സൃഷ്ടിച്ചപ്പോൾ തന്നെ ദൈവം വളരെ സീരിയസ് ആയിട്ട് അതിനെ അഭിവീക്ഷിച്ചു എന്നുള്ള കാര്യം വേദഗ്രന്ഥത്തിൻ്റെ വായിച്ചെടുക്കുന്ന സത്യമാണ്. ഒരു മനുഷ്യൻ അവൻ്റെ കാലങ്ങളിൽ അവനെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം പൂർത്തിയാക്കുന്നതിൻ്റെ ഇടയിൽ അവന് വരുന്ന വെല്ലുവിളികളെ ഹൗ ക്യാൻ വി കൺഫ്രണ്ട് ഇൻ ദ സ്പിരിറ്റ് ഓഫ് ദി ബൈബിളിൻ്റെ ഒരു സ്പിരിറ്റിൽ. അപ്പോൾ ദൈവം അതിനെ കണ്ടത്, വിഷയങ്ങളെ കണ്ടത് എന്താണ്, ഒരു മനുഷ്യന് ഫ്ലോപ്പ് അല്ലെങ്കിൽ പരാജയമോ സംഭവിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ ഒരു ബേസിലാണ്, മെറിറ്റിലാണ് സംഭവിക്കാൻ സാധ്യതയുള്ളത്. ഈ മെറിറ്റ് എന്ന് വെച്ചാൽ യോഗ്യത അല്ലേ. ഇപ്പോൾ കരിയർ ഗ്യാപ്പ് വരുമ്പോൾ, ഇപ്പോൾ നിഷ തോമസിൻ്റെ നിലമ്പൂരിൻ്റെ സാക്ഷ്യം എന്താണ്, എനിക്ക് എഡ്യൂക്കേഷൻ ഗ്യാപ്പുണ്ടെന്ന്. എനിക്ക് എഡ്യൂക്കേഷൻ ഗ്യാപ്പുണ്ട്, ചില പഠിക്കാൻ പറ്റിയില്ല, അത് കാരണം ഞാൻ ഇംഗ്ലീഷിൽ ബാക്കാണ്. അപ്പോൾ എന്താ അവൾ പറയാതെ പറഞ്ഞത് എന്താണ്, എനിക്ക് മെറിറ്റില്ലെന്നായി പറയണത്, എനിക്ക് മെറിറ്റില്ല. ഒക്കെ എന്നാ ചെയ്യേണ്ടത്, അവൾക്ക് ഭയങ്കര കൊതിയാണ് സൗദി പോയി ജോലി ചെയ്യണമെന്നുള്ള പണ്ട് പോലെ. അപ്പോഴെങ്കിലും നമുക്ക് മെറിറ്റില്ലെങ്കിലും ഇവളിതിന് ആഗ്രഹിക്കുള്ളിൽ. നമ്മൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, മെറിറ്റ് ഇല്ലെങ്കിലും ആഗ്രഹിക്കുന്ന ഒത്തിരി ആൾക്കാർ ഉണ്ട്. പക്ഷേ അവർ മാനുഷികമായിട്ടാണ് അങ്ങനെ ആഗ്രഹിക്കുന്നത്. അവിടെ ഓരോ മനുഷ്യർക്കും ഓരോ സ്വപ്നം ഉണ്ടാകത്തില്ല, അത് സ്വകാര്യമാണ്. നിങ്ങളുടെ സ്വകാര്യ സ്വപ്നങ്ങളെ ഉണ്ടാകാം, പക്ഷെ അത് സ്വകാര്യമായിട്ട് മാത്രം ഇരുന്നാൽ അത് ചുമ്മാ അതൊരു മാനുഷികമായി പോകും.
ഈ സ്വകാര്യ സ്വപ്നങ്ങളെ നമ്മൾ ദൈവത്തിൻ്റെ സ്വപ്നങ്ങളിലേക്ക് നിങ്ങൾ ചേർത്ത് വെക്കാൻ നിങ്ങൾക്ക് കഴിയണം. അത് നിങ്ങളുടെ വിശ്വാസം കൊണ്ടോ ദൈവസ്നേഹം കൊണ്ടോ ഒക്കെയാണത് കഴിയണത്. ഈ വിശ്വാസം ദൈവസ്നേഹം എന്നൊക്കെ പറയുമ്പോഴേ അത് പാരമ്പര്യമായ വാക്കാണ്. കുറേ കേട്ട് തേഞ്ഞു പോയ ഒരു വാക്കാണ്. പക്ഷേ ഇതല്ലാതെ വേറൊരു വാക്കതിനില്ലതാനും. അതാണ് സംഭവം. നമുക്ക് വേറെ ഇല്ല. ഇപ്പം ഹൃദയം എന്ന് പറഞ്ഞ വാക്ക് നമ്മൾ എത്രയോ വർഷമായിട്ട് കേൾക്കുന്നതാണ്. പക്ഷേ അത് കേട്ടത് കൊണ്ടും അത് പഴയ വാക്കാണെന്ന് പറഞ്ഞത് കൊണ്ടും ഹൃദയത്തിന് സബ്സ്റ്റിറ്റ്യൂഷൻ ഇല്ലല്ലോ. ഉണ്ടോ? ഇല്ല. ഹൃദയത്തിന് ഹൃദയം തന്നെ ഇപ്പോഴും ഉള്ളൂ. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇതുപോലെ വിശ്വാസം എന്ന് പറഞ്ഞാൽ എപ്പോഴും നിങ്ങൾ നോക്കേണ്ട ഒരു വിഷയം, നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത് വിശ്വാസത്തിൻ്റെ അകത്ത് ഒരു 60% ദൈവസ്നേഹം എൻ്റെ കണ്ടൻറ്റ് വൈസ് ദൈവസ്നേഹം നിറയണം. മനസ്സിലായി? പറഞ്ഞ് മനസ്സിലായി. നിങ്ങളിൽ വിശ്വാസമുണ്ട്, പക്ഷേ ഇത് ഫുൾ വിശ്വാസമാണ്. അതിൻ്റെ അകത്ത് ദൈവസ്നേഹമില്ല, അതുപോലെ തന്നെ പ്രത്യാശയുമില്ല. വിശ്വാസമാണ്, പക്ഷേ എന്തുകൊണ്ടാണ് ഈ വിശ്വാസം വർക്ക് ചെയ്യാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിശ്വാസം വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കണ്ടൻറ്റ് ബേസ് അതിൻ്റെ അകത്ത് ദൈവസ്നേഹം ഉണ്ടാകണം. പിന്നെന്താ ഉണ്ടാകണം? ദൈവസ്നേഹത്തിൽ അധിഷ്ഠിതമായ പ്രത്യാശ ഉണ്ടാകണം. ഇനി അതുകൂടാതെ ഇൻ കേസ് നമ്മളുടെ ആഗ്രഹത്തിന് ബദലായി ദൈവികമായ ആഗ്രഹം പിടിമുറുക്കിയാൽ സബ്മിഷൻ നിങ്ങൾ തയ്യാറായിരിക്കണം. പറഞ്ഞ മനസ്സിലായില്ലേ? ഇത് ആധ്യാത്മിക ശാസ്ത്രത്തിലെ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട സത്യങ്ങളാണ്. ഒന്ന്, വി മസ്റ്റ് ഹാവ് ഫെയ്ത്ത്. ഓക്കെ, ഈ ഫെയ്ത്ത് കൊണ്ട് വർക്ക് ചെയ്യത്തില്ല. നിങ്ങൾക്ക് 2-3 കോടി കടമാണെന്ന് വിചാരിച്ചോ? അപ്പം നിങ്ങൾക്ക് മാക്സിമം ചെയ്യാൻ പറ്റണത് നിങ്ങൾക്കുള്ള സ്ഥലമോ കമ്പനിയൊക്കെ വിറ്റ് മാറ്റാനേ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് തന്നെ ബേസിക്കായിട്ട് അറിയാം, കമ്പനി വിറ്റാലും 1.5 കോടിയേ കിട്ടത്തുള്ളൂ. അത് വിൽക്കണം. വിൽക്കുന്നില്ലാത്തോളം കാലം പലിശ കൂടിക്കൊണ്ടേയിരിക്കും എന്നറിയാം. ദാറ്റ് മീൻസ് ഇത് നമ്മൾക്ക് എടുത്താൽ പൊങ്ങാത്തൊരു സംഭവമാണെന്ന് വിചാരിച്ചോ? സാധാരണ ആൾക്കാർ എന്താ ചെയ്യണത്? ചില ആൾക്കാർ വേണമെങ്കിൽ ആത്മഹത്യ ചെയ്ത് കളയും. അത് പിന്നെ അവർ പോട്ടെ, അത് അവർക്ക് വിശ്വാസമില്ല. പിന്നെ എന്നാ ചെയ്യാനാണ്? വിശ്വാസമില്ലല്ലോ അവർക്ക്. അവരതിനെ അതിനതിജീവിക്കാൻ വേണ്ടിയുള്ള ആംബിയർ ഇല്ല. നമ്മളിപ്പോൾ വെന്റിലേറ്റർ വെച്ച് കൊടുത്തു. വെന്റിലേറ്റർ മാറ്റിയ ആൾ ചാകുമെങ്കിൽ ചത്തുപോകാനല്ലേ മെഡിക്കൽ സയൻസ് പറയത്തുള്ളൂ. വെന്റിലേറ്റർ വെച്ച് കൃത്രിമമായിട്ട് ശ്വാസം ഉണ്ടാക്കാം. അതെടുത്ത് മാറ്റിയ ആൾ തട്ടിപ്പോയെങ്കിൽ വേറെ എന്തിനാണെങ്കിൽ ജീവിതകാലം മുഴുവൻ വെന്റിലേറ്റർ വെക്കാൻ പറ്റുമോ? ഓരോ വെന്റിലേറ്ററിൻ്റെയൊക്കെ ഓരോ മണിക്കൂറിന് 700 രൂപയൊക്കെ ചോദിക്കണം ചിലയിടത്തൊക്കെ. അപ്പോൾ അത് അഫോർഡബിൾ അല്ല. അപ്പോൾ എൻ്റെ മക്കൾക്ക് മുമ്പിലുള്ള ചാൻസ് എന്താണ്? നിങ്ങൾ എങ്ങനെയെങ്കിലും ബേസിക്കായിട്ട് ആദ്യം വിശ്വാസം സ്വീകരിക്കണം. കാര്യം ഇപ്പോൾ വിശ്വാസം ഇല്ലെന്നല്ല, ഒരു പാരമ്പര്യമായ മിനിമം വിശ്വാസം നമുക്കുണ്ട്. ഇതിന് അപ്ഡേഷൻ സംഭവിക്കാത്തതിൻ്റെ കാരണം നിങ്ങളൊരു സീരിയസ് പ്രോജക്റ്റ് വരാത്തത് കൊണ്ടാണ്. ഇപ്പം പത്താഴം പെറ്റു, ചക്കി കുത്തി, അമ്മ വെച്ചു, ഞാനുണ്ടെന്നും പറഞ്ഞിങ്ങനെ നടക്കുന്ന ഈ ആന്തരിക ജീവിതമില്ലേ, അവിടെ വിശ്വാസം പിക്കപ്പ് ചെയ്തു വരത്തില്ല. എന്താ കാര്യം? എല്ലാം റെഡിമെയ്ഡ്, റെഡി ടു ഇൻസ്റ്റൻറ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഇങ്ങനെ നമുക്ക് ജീവിതത്തിൻ്റെ എല്ലാം കിട്ടി വരത്തില്ലേ? ഈ ജീവിതത്തിലെല്ലാം കിട്ടി വരണത് ആധ്യാത്മിക ജീവിതത്തിൽ പറഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന ഒരു ശാപമാണ് ശരിക്കും. നമുക്ക് ബ്ലെസ്സിങ് തോന്നാമെങ്കിലും അതായത് കേഴ്സ്ഡ് ഡിസ്ഗൈസ്ഡ് ഇൻ ദ ഫോം ഓഫ് ബ്ലെസ്സിങ്. അതായത് ഒരു ശാപമാണ്, പക്ഷേ അത് ബ്ലെസ്സിങ്സിൻ്റെ വേഷം കെട്ടി വന്നിരിക്കുകയാണ്. എന്താണ്? എവറിത്തിങ് ഈസ് ഗിവൺ. ദിസ് ഈസ് ലൈഫിൽ അച്ഛൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? അതായത് എല്ലാം ഓരോരോ കാര്യത്തിന് സഹായിക്കാൻ ഓരോരുത്തരും ഓരോ സമയത്ത് എന്ത് വേണം എന്നും പറഞ്ഞ് നിങ്ങൾക്ക് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ട്രയലിലാണ്, നിങ്ങളൊരു പരീക്ഷണഘട്ടത്തിലാണ്. വെച്ചാൽ നിങ്ങൾക്ക് എന്ത് വേണം, ഏത് വേണമെന്ന് പറഞ്ഞ് സഹായിക്കാൻ ഒക്കെ ഓരോരുത്തരെ എവിടെയും ജനിച്ച കാലം മുതൽ തന്നെ ഉണ്ടെങ്കിൽ നിങ്ങൾ
ഒരു വലിയ പ്രതിസന്ധിയിലാണ് നിൽക്കണത്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ അണ്ണന്മാരെല്ലാം കൂടി ദൈവം നിങ്ങളിലേക്ക് വന്ന് നിങ്ങൾ ദൈവമായിട്ട് ഇടപെടുന്ന ഒരു സാഹചര്യം തന്ത്രപരമായിട്ട് പിശാച് ഒഴിവാക്കുകയാണ്. അപ്പൻ്റെ വേഷത്തിലും അങ്കിളിൻ്റെ വേഷത്തിലും ആൻറ്റിയുടെ വേഷത്തിലും ഒക്കെ വിഷം കെട്ടി വന്നിരിക്കണ പിശാചാണ്. നിങ്ങൾക്ക് മനസ്സിലായി, നിങ്ങളോർക്കും വലിയ ആശ്വാസമായി പോയില്ല എന്ന് ഓർക്കും. അവിടെ അങ്കിളുണ്ടായിരുന്നു, UK ചെന്നപ്പോൾ ആൻറ്റി ഉണ്ടായിരുന്നു, അവിടെ ചെന്നപ്പോൾ അപ്പൻ്റെ ബ്രദറുണ്ടായിരുന്നു. ഇങ്ങനെ ഓരോരുത്തർ സഹായിക്കുമ്പോൾ നിങ്ങൾക്ക് സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന് നേരിട്ട് സഹായിക്കാൻ പറ്റാത്ത ദൈവത്തിൻ്റെ ഭാഗങ്ങളെ ഈ അണ്ണന്മാർ തന്ത്രപരമായിട്ട് പിശാച് അവരെ ഏൽപ്പിച്ചിട്ട് അടിച്ചു മാറ്റിയിട്ട് നിങ്ങളെ അങ്കിള് നിങ്ങൾക്ക് സഹായിക്കും, അല്ലെങ്കിൽ ആൻറ്റി സഹായിക്കും, അപ്പൻ്റെ ചർച്ചക്കാർ സഹായിക്കും. പക്ഷേ നിങ്ങൾക്കിതെല്ലാം ജോലി കിട്ടും, നിങ്ങൾക്ക് ശമ്പളം കിട്ടും, നിങ്ങൾ കല്യാണം കഴിക്കും, നിങ്ങൾ വീട് വെക്കും, നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടും, ഹൈഫൈവായിട്ട് നിങ്ങൾ ജീവിക്കും, അവസാനം ചത്തുപോകും. പരിപാടി തീർന്ന്. കാര്യം എന്താ? ഈ ആൾക്കാർക്ക് ആർക്കും നിത്യത വരെ നിങ്ങളുടെ കൂടെ വരാൻ പറ്റത്തില്ല. നിത്യത കൂടെ വരാൻ പറ്റാത്ത ഒരു പട്ടികളെയും സൂക്ഷിക്കരുത്. നിത്യത വരെ, അതായത് നിങ്ങൾക്കറിയത്തില്ലേ ഈ ആളെന്ത് ഇങ്ങനെ കിടക്കണേ? ഒറ്റ കാര്യം കൊണ്ടാണ് കിടക്കണത്. എന്തുകൊണ്ടാണ്? നിത്യത എന്നൊരു വിഷയം നിൽക്കുന്നത് കൊണ്ടാണ്. നമ്മളെ നിത്യമായി ജീവിപ്പിക്കാൻ വേണ്ടി, നിത്യത വരെ നമ്മുടെ കൂടെ ഉണ്ടാകാൻ വേണ്ടിയാണ് ആള് പാപത്തിന് റെമിറ്റൻസ് കൊടുക്കാൻ തീരുമാനിച്ചത്. ഞാൻ സഹായിക്കുന്നവരെ കുറ്റം പറയുകയല്ല, സഹായിക്കുന്നവരെ ദൈവത്തെക്കാളുപരി അമിതമായി ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിന് അകന്നു പോകരുത്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ ആരാധന ആരാധന ഹല്ലേലൂയ യേശുവേ നന്ദി യേശുവേ ആരാധന. ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ യേശുവേ നിന്നിൽ മാത്രം ആശ്രയിച്ച് മുന്നേറുവാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. വിശ്വാസം നൽകണമേ നാഥാ, വിശ്വാസം നൽകണമേ, വിശ്വാസം നൽകണമേ നാഥാ, വിശ്വാസം നൽകണമേ. ഹൃദയത്തിൽ നീ വരണേ, വിശ്വാസം നൽകണമേ, വിശ്വാസം നൽകണമേ നാഥാ, വിശ്വാസം നൽകണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഒരു കൈ ഉയർത്തിക്കൊണ്ട് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും സ്വരത്തിലെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇപ്പം 5 അപ്പം അത് ഞങ്ങൾക്ക് കഴിഞ്ഞ വെള്ളിയാഴ്ച ഞങ്ങൾക്ക് അത് രജിസ്ട്രേഷൻ നടത്തുവാനും മാതാവ് അനുഗ്രഹിച്ചു. ഇത് മാതാവിൻ്റെ ഒരു കൃപ മാതാവിൻ്റെ കൃപ മാത്രം കൊണ്ടുമാണ് ഞങ്ങൾക്കിത് കിട്ടിയിരിക്കുന്നത്. അതോടൊപ്പം കടബാധ്യത ഞാൻ വെച്ചിരുന്നു. അതിനാൽ ഞാൻ വളരെ വിഷമിച്ചിരുന്നു, മാനസികമായിട്ടും വളരെ വിഷമിച്ചിരുന്നു. ഒരുപാട് അപമാനങ്ങളും എനിക്ക് സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പം അത് ഞാൻ ഒത്തിരി മാതാവിൻ്റെ മുമ്പിൽ കരയുമായിരുന്നു. അപ്പം ഞാൻ എന്നിട്ടും വിചാരിക്കും, മാതാവ് ഈശോ ക്ഷമയുള്ളവനല്ലേ. അച്ഛനെപ്പോഴും പറയുമ്പോൾ ഞാൻ കേൾക്കാറുണ്ട്, നിങ്ങൾ ക്ഷമയോടുകൂടി ഇരിക്കണമെന്നുള്ളത്. അപ്പം ക്ഷമയോടുകൂടി പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. ഞാൻ ഇതുപോലെ ജപമാലയൊക്കെ ചൊല്ലി ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ ആ സമയത്ത് അന്ന് അച്ഛൻ്റെ അടുത്ത് ഞാൻ വന്ന് വെച്ചിരുന്ന ഒരു നിയോഗമായിരുന്നു കടബാധ്യത. അപ്പം ഞങ്ങൾക്ക്, എൻ്റെ ഹസ്ബൻഡ് 2005 മരിക്കുന്നത്. ആ സമയത്ത് ആക്സിഡൻറ്റിലാണ് മരിക്കുന്നത്. അന്നേരം ഞങ്ങൾക്ക് ക്ലെയിം കിട്ടിയെങ്കിലും തുക വളരെ കുറവായിരുന്നു. അത് ഞങ്ങളൊരു സെക്കൻഡ് അപ്പീലിന് കൊടുത്തിരുന്നു. പക്ഷേ അതൊരു ഒട്ടും പ്രതീക്ഷിക്കാതെ നമ്മൾ കിട്ടുമെന്നൊന്നും വിചാരിച്ചിട്ടല്ല, 2-3 ലക്ഷം കിട്ടിയെന്നും പറഞ്ഞ് കൊടുത്തതായിരുന്നു. അത് ഞങ്ങൾക്ക് ഈ കഴിഞ്ഞ ആഴ്ച ഞങ്ങൾക്ക് അതും ആ കേസ് വന്നെങ്കിലും ഒരുപാട് തടസ്സപ്പെട്ട് ഇങ്ങനെ കേസ് കോടതിയിൽ വരും പോവും അങ്ങനെ നിൽക്കുമായിരുന്നു. അത് കഴിഞ്ഞ ആഴ്ചയിൽ
കഴിഞ്ഞ ബുധനാഴ്ച അഡ്വക്കേറ്റ് വിളിച്ചിട്ട് പറഞ്ഞു കോടതി വിധിയായി 13 ലക്ഷം രൂപ നിങ്ങൾക്ക് അനുവദിച്ച് കിട്ടിയെന്ന് പറഞ്ഞു. അതിന് ഇതെല്ലാം എൻ്റെ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് എനിക്കിതെല്ലാം കിട്ടിയിരിക്കുന്നത്. കടം 13 ലക്ഷം രൂപയാണ് കടമുള്ളത്. അത്രയും തുക തന്നെ മാതാവ് ഞങ്ങൾക്ക് തന്ന് അനുഗ്രഹിച്ചു. മാതാവിന് ഈശോയ്ക്കും ഒരുപാട് കോടി നന്ദി പറയുന്നു. എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല. കാരണം എൻ്റെ ജീവിതത്തിലുടനീളം മാതാവ് ഉണ്ടെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. ഓരോ നിമിഷവും ഞാൻ തളർന്നു പോകുമ്പോഴെല്ലാം മാതാവ് എന്നെ ഇങ്ങനെ ചേർത്ത് നിർത്താറുണ്ട്. എൻ്റെ പേര് ജസമ സിനോയി. ഞാൻ ചമ്പക്കുളം വടക്കേമശ്ശേരി സെൻറ്റ് ജോർജ് ഇടവകയിൽ നിന്ന് വരുന്നു. എൻ്റെ ഒരു കുഞ്ഞിൻ്റെ സാക്ഷ്യം പറയാൻ വേണ്ടിയാണ്. എൻ്റെ കുഞ്ഞും ഞാനിവിടെ വന്നു 13/2/2020 ഞാൻ ഇവിടെ ഉടമ്പടി എടുത്താണ്. ആ വർഷം തന്നെ മെയ്യിൽ കുഞ്ഞിന് ഒരു ഹെഡ് ഇഞ്ചുറി ഉണ്ടായി. അതായത് മെയ് 24 ആയപ്പോഴേക്കും ആ സമയത്ത് ഭയങ്കര ഒരു മഴ. ആ മഴ, എനിക്ക് 3 പിള്ളേരാണ്. അപ്പം മൂത്ത ആൾ 3ലും മറ്റേ ഇയാൾ നടുക്കത്തെ ആളാണ് 2ാം ക്ലാസ്സിൽ, ഏറ്റവും അവസാനത്തെ ആൾ UKGയിലുമാണ് പഠിക്കുന്നത്. അപ്പോൾ ഈ ഭയങ്കരമായിട്ട് ഈ മഴ പെയ്തുകൊണ്ടിരുന്നപ്പോഴേക്കും പുറത്ത് ഭയങ്കരം ഈ തിണ്ണയിലൊക്കെ മഴവെള്ളം അടിച്ചു കയറുന്നുണ്ട്. അപ്പം ഒരു 12 മണി 1 മണിയൊക്കെ ആയപ്പോഴേക്കും ഞാൻ പിള്ളേരോട് പറഞ്ഞു, കുഞ്ഞുങ്ങൾക്ക് ചോറെടുക്കാനായിട്ട് ഞാൻ അടുക്കളയോട്ട് പോയിട്ട് പറഞ്ഞു, ആരും പുറത്തോട്ട് ഇറങ്ങല്ലേ, ഞാൻ കഥ പഠിച്ചിട്ടേക്കാണ്, നിങ്ങളവിടെ ഇരുന്ന് TV കണ്ട് പുറത്തോട്ട് ആരും ഇറങ്ങല്ലെന്ന് പറഞ്ഞു. പക്ഷേ ഇതിലൊരാൾ കറണ്ട് പോയ സമയത്ത് ഒരാൾ പുറത്ത് ചാടി, ഇവൾ പുറത്തിറങ്ങിപ്പോയി. പുറത്തിറങ്ങി അവിടെ ഞങ്ങൾക്ക് റേഷൻ കടയാണ്. ഇപ്പോൾ അതിൻ്റെയൊക്കെ കിറ്റ് കൊണ്ടുവെക്കുന്ന പടുത ഈ കട്ടിലിട്ടിട്ടുണ്ട്. അവിടെ പടുതയൊക്കെ ഇട്ടേക്കുവാണ്. ഇവിടെ ആ പടുതയുടെ മണ്ടയിൽ കൂടെ ചാടി താഴോട്ട് വീണ്. അപ്പോൾ അവിടെ ആ സമയത്ത് തന്നെ പൈപ്പും പൊട്ടിയിട്ടുണ്ടായിരുന്നു. ഇവള് അവിടെ 2 വർഷം മുന്നാണ് സംഭവിക്കുന്നത്. ഇവള് അവിടെ ആ പ്രായത്തിൽ എന്തോന്നു അവൾ എടുത്ത് ചാടി. ഇപ്പുറത്ത് കരിങ്കൽത്തൂണാണ്, അപ്പുറത്തെ സൈഡിൽ സ്റ്റെപ്പാണ്. പക്ഷെ ഇതിൻ്റെയൊക്കെ നടുക്കായിട്ട് ഇവൾ വന്ന് വീണു. അപ്പോൾ അടുക്കളയിൽ നിന്നപ്പോഴേക്കും ഭയങ്കരമായിട്ട് വന്ന് വീഴുന്ന ഒരു സ്വരമാണ് ഞാൻ കേൾക്കുന്നത്. ഞാൻ ഓടി ഇവിടെ വന്നപ്പോഴേക്കും പുള്ളിക്കാരൻ ഞങ്ങൾ വഴക്ക് പറയുന്നത് പേടിച്ച്, അമ്മ എനിക്കൊന്നുമില്ല, എനിക്കൊരു കുഴപ്പമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ നോക്കുമ്പോഴേക്കും തലയുടെ പുറകെ നല്ലതായിട്ട് നീര് വെച്ചു. നമ്മുടെ മെയിൻ സ്ഥലം മേടില്ല, ആ സ്ഥലത്ത് ഭയങ്കരമായിട്ട് നീര് വെച്ചു. ഞാൻ ഉടനെ അമ്മേനെ പുറത്തുനിന്ന് വിളിച്ചു, അമ്മായിമ്മേനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, അമ്മ ദേ ഇവിടെ ഭയങ്കരമായിട്ട് നീര് വെച്ചു, കുഞ്ഞ് കരയുന്നൊന്നുമില്ല, അവൾ പേടിച്ചിട്ടാണെന്നൊന്നും കരയുന്നൊന്നുമില്ല. അമ്മ ഉടനെ പെട്ടെന്ന് ഐസൊക്കെ വെച്ചു. പക്ഷെ ആ നീര് കുറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പുള്ളിക്ക് കൂടുതൽ ഇഷ്ടം ഈ ചപ്പാത്തി അങ്ങനെയുള്ള ആഹാരമാണ്, ചോറിനേക്കാളും ഇഷ്ടം. അന്ന് കുഞ്ഞിന് വേണ്ടി ഞാൻ ഉച്ചയ്ക്ക് ചപ്പാത്തി ഉണ്ടാക്കി കുഞ്ഞിന് അവർക്ക് രണ്ടുപേർക്കും ചോറ് കൊടുത്തു. ഇവൾക്ക് ചപ്പാത്തി കൊടുത്തപ്പോഴേക്കും ഇവള് ഒരിച്ചിരി കഴിച്ച് കഴിഞ്ഞപ്പോൾ ഇവള് പറഞ്ഞു, അമ്മേൻ്റെ 2 സൈഡും എന്തോ പോലെ എനിക്ക് തോന്നുന്നു, ഞാൻ ഇച്ചിരി നേരം ഒന്ന് കടന്നോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ പോയി കിടന്നു. മറ്റു 2 പേരോടും പറഞ്ഞു കുഞ്ഞിനെ അവളെ ഇതാക്കുകയൊന്നും ചെയ്യരുത്. അവളെ ഒരു റൂമിലോട്ട് കടത്തി ഞാനതാണ്ട് 2 മണിയൊക്കെ ആയപ്പോഴേക്കും ഞാൻ ആഹാരം കഴിക്കാനായിട്ട് പോയി. അപ്പോഴേക്കും മൂത്തയാൾ അവൻ്റെ കളിപ്പാട്ടം എന്തോ എടുക്കാനായിട്ട് ആ റൂമിലോട്ട് കയറുമ്പോഴേക്കും ഈ കൊച്ചു വൊമിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ കയ്യിലിട്ടിങ്ങനെ ഞെരടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നെ ഉടനെ വിളിച്ചു, അമ്മ ഇതേൻ്റെ ഇത് ഇങ്ങനെ കാണിക്കുന്ന എന്നാ ചോദിച്ചു. ഞാൻ ഉടനെ അവളെ കൊണ്ടുവന്ന് മുഖം കഴിക്കാനായിട്ടൊക്കെ കൊണ്ടുവന്നപ്പോഴേക്കും ആൾ വേറൊരു ഇതിലേക്ക് പോയി. പിന്നെ ഞാൻ അവിടെ ഹാളിൽ കൊണ്ടിരുത്തി അമ്മ എടുക്കുക കൊടുത്തു. അമ്മയൊക്കെ മോളെ എന്നാന്നൊക്കെ ചോദിച്ചിട്ട് ഇപ്പോൾ ഒരു അക്ഷരം മിണ്ടുന്നില്ല. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ അമ്മയുടെ കൈ വെച്ച് തന്നെ കുഞ്ഞിൻ്റെ ബോധം പോവുകയാണ്. ഉടൻ തന്നെ ഞങ്ങൾ ആംബുലൻസ് വിളിച്ച് നമ്മുടെ അങ്ങോട്ട് ആംബുലൻസ് കയറി വരാൻ ബുദ്ധിമുട്ടാണ്. അതപ്പോഴേക്കും ഇവിടുന്ന് മങ്കമ്പി ചെന്നിട്ട് വേണം ഞങ്ങൾക്ക് ആംബുലൻസ് കിട്ടാൻ. അപ്പോൾ ഇവിടുന്ന് ഓട്ടോയ്ക്ക് പോയി മങ്കമ്പി വെച്ചു. കുഞ്ഞിന് ആംബുലൻസ് വരാൻ ഇച്ചിരി താമസിച്ചു. അവിടെ വെച്ച് കുഞ്ഞിന് ഫിക്സ് വന്നപ്പം പിന്നെ എനിക്ക് പേടിയായി, കുഞ്ഞിന് ബോധമില്ല. ഞാൻ കേട്ടിട്ടുണ്ട് നാക്കൊക്കെ ഇങ്ങനെ ഉള്ളിലേക്ക് പോകും, മരണത്തിൻ്റെ അതിലേക്ക് പോകും. എനിക്കങ്ങ് പേടിയായി. ഞാൻ നാക്ക് പിടിച്ച് വലിക്കാൻ തുടങ്ങി. എൻ്റെ കയ്യിൽ കുഞ്ഞിൻ്റെ ബ്ലഡ് ഇത് വന്നു. അത് കഴിഞ്ഞപ്പോൾ അവർ പെട്ടെന്ന് ഞങ്ങൾ ചങ്ങനാശ്ശേരി പുഷ്പരിക്ക് പോകാൻ വേണ്ടി ഇരുന്നത്. പക്ഷേ കുഞ്ഞിന് ഫിക്സ് വന്നതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് അടുത്തുള്ള ഒരു ചങ്ങനാശ്ശേരി NSS ഹോസ്പിറ്റലിൽ പോയി. പക്ഷേ അവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അവർ പറഞ്ഞ് പെട്ടെന്ന് പുഷ്പരിക്ക് പൊക്കോളാൻ പറഞ്ഞു. ഞങ്ങളുടെ ആംബുലൻസ് ഓക്സിജൻ ഇല്ലായിരുന്നു. അവിടുത്തെ ഇത് വെച്ചു ഓക്സിജൻ വെച്ചു ഞങ്ങൾ പുഷ്പരി, അതായത് 4 മണിയായി പുഷ്പരി ചെന്നപ്പോൾ അവർ പറഞ്ഞു കുഞ്ഞിന് ഇതിൻ്റെ വെൻറ്റിലേറ്ററിൻ്റെ സഹായത്തോടെ മാത്രമേ ഉള്ളൂ കുഞ്ഞിൻ്റെ കുഞ്ഞ് 48 മണിക്കൂറാണ് ഞങ്ങൾക്ക് അവർ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് കുഞ്ഞിനെ അവർ ഐസിയിലേക്ക് മാറ്റി. 48 മണിക്കൂർ പറഞ്ഞു. ഇവൾ കുഞ്ഞായതുകൊണ്ടായിരിക്കാം ഐസിയിലേക്ക് മാറ്റി. ഞാൻ ഓരോ മണിക്കൂർ ഇടവിട്ട് കുഞ്ഞിൻ്റെ അടുക്കി ചെന്ന് പ്രാർത്ഥിക്കുമായിരുന്നു.
അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എൻ്റെ കയ്യിൽ എപ്പോഴും ഒരു കൊന്തയുണ്ട്. ആ കൊന്ത എനിക്ക് ഭയങ്കര ശക്തിയാണ്. മാതാവിന് ഭയങ്കര വിശ്വാസമുള്ള ഒരാളാണ് ഞാൻ, ഭയങ്കര ശക്തി. അപ്പം ഒരു കൊന്ത ഞാൻ എപ്പോഴും എൻ്റെ കൈ വെക്കുന്നതാണ്. ആ കൊന്ത ശക്തിയാകുമ്പോൾ ഞാൻ പിള്ളേരൊക്കെ എൻ്റെ പിള്ളേർ അവരുടെ കഴുത്തിടാൻ വേണ്ടി ആ കൊന്ത മേടിക്കും. ഞാൻ അത് വെച്ച് പ്രാർത്ഥിക്കത്തുള്ളൂ. എപ്പോഴും എൻ്റെ കഴുത്ത കിടക്കുന്ന കൊന്ത. അന്ന് ആടെ കഴുത്താലാണ് ആ കൊന്ത പോയത്, ഞാൻ ഓർക്കുന്നില്ല. എൻ്റെ കയ്യിൽ ഈ മോതിരത്തിൻ്റെ ആ ഇത് മാത്രമല്ല, ഞാൻ അത് വെച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്നിട്ട് ഞാൻ കൃപാസന മാതാവെ എൻ്റെ കുഞ്ഞിനെ കാത്തുകൊള്ളേന്ന് പറഞ്ഞു. ഞാൻ ആംബുലൻസ് വെച്ച് കുഞ്ഞിനെ നോക്കുമ്പോൾ കുഞ്ഞിൻ്റെ കഴുത്തലാണ് അന്നത്തെ ആ കൊന്ത കിടക്കുന്നത്. സാധാരണ ഓരോരുത്തർക്ക് മാറി മാറിയ കൊന്ത വരുന്നതാണ്. അന്ന് അവിടെ കഴുത്തലാണ് ആ കൊന്ത കിടക്കുന്നത്. ഞാൻ പറഞ്ഞു, എന്താ ഇനി മാതാവ് നോക്കിക്കോളും കുഞ്ഞിനെ. എങ്കിലും ഞങ്ങൾ IC 4 മണി അവിടെ ചെന്ന് 4 മണിക്ക് ചെല്ലുന്നു. അവിടെ ചെന്നു കുഞ്ഞിനെ ഓരോ മണിക്കൂർ ഇടപെട്ട് ഞാൻ ചെന്നപ്പോഴേക്കെല്ലാം ഈ കൊന്ത വെച്ച് ഞാൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. കൊന്നിട്ട് രാത്രി 12 മണിയൊക്കെ ആയപ്പോഴേക്കും സിസ്റ്റർ പറഞ്ഞു, ഇങ്ങനെ ഓരോ മണിക്കൂർ ചേച്ചി എത്ര നേരമായി ഇങ്ങനെ വരാൻ തുടങ്ങിയിട്ട്, ചേച്ചി ഇനി പോയി അവിടെ പോയി റെസ്റ്റ് ചെയ്തോളാൻ പറഞ്ഞു. ഒരു 12 മണി 1 മണി 2 മണി അതിൻ്റെ ഇടയ്ക്ക് ആയപ്പോഴേക്കും കുഞ്ഞിനെ എല്ലാം ഇത് നിശ്ചലമായിപ്പോയി. അത് കഴിഞ്ഞപ്പോഴേക്കും ആ സമയത്തൊന്നും ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. 12 മണി കഴിഞ്ഞിട്ട് ഞാൻ അവിടെ പോകുന്നില്ല. 4 മണിയായപ്പോൾ ഞാൻ ചെല്ലുമ്പോഴേക്കും സിസ്റ്റർ പറയുന്നത് കുഞ്ഞിൻ്റെ എല്ലാം ഇതായിപ്പോയി. ഞങ്ങളെല്ലാം ഭയങ്കര പ്രാർത്ഥനയായിരുന്നു. പക്ഷേ 4 മണി 48 മണിക്കൂർ പറഞ്ഞ കുഞ്ഞ് 4 മണിയൊക്കെ ആയപ്പോഴേക്കും എന്നെ വിളിച്ചിട്ട് അവരെ വിളിച്ചിട്ട് ചോദിച്ചു, മമ്മ എന്തിയെ, ഞാൻ എന്നാത്തിന് ഇവിടെ വന്നെന്നിങ്ങനെ ചോദിച്ചു. 48 മണിക്കൂർ പറഞ്ഞ കുഞ്ഞ് 24 മണിക്കൂറായപ്പം കണ്ണു തുറന്നു. വെൻറ്റിലേറ്ററിൻ്റെ ഇതിലാണ്. അത് കഴിഞ്ഞപ്പോഴേക്കും കുഞ്ഞിനെ ന്യൂറോ ICയിലേക്ക് പിന്നെ അവർ മാറ്റി. 2 ദിവസം അവിടെ ന്യൂറോ IC കിടന്നുള്ളൂ. എല്ലാം ഓരോ ഓരോ ICക്ക് വെൻറ്റിലേറ്ററിൻ്റെ ഓരോ ഇതും ന്യൂറോ IC വന്നു കഴിഞ്ഞപ്പോഴേക്കും ഓരോ ഇതായിട്ട് മാറ്റി. പിന്നെ അവൾക്ക് 1 വർഷത്തേക്ക് അവർ ഫിക്സ് വന്നുകൊണ്ട് 1 വർഷത്തേക്ക് മെഡിസിൻ കഴിക്കാൻ പറഞ്ഞു. 1 വർഷത്തേക്ക് മെഡിസിൻ കഴിക്കുമ്പോഴെല്ലാം ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്ന ദൈവമേ എൻ്റെ കുഞ്ഞിനൊന്നും വരുത്തില്ല. കുഞ്ഞിനെ അവർ പറയും തീക്കകത്ത് കാണിക്കല്ലേ, വെള്ളത്തിൽ പോലെ, അതെല്ലാം കുഞ്ഞിനെ ഭയങ്കരമായിട്ട് കൊച്ചു കുഞ്ഞുങ്ങളെക്കാളും നന്നായിട്ട് കെയർ ചെയ്യണമെന്ന് പറഞ്ഞു. എനിക്ക് പേടിയായിരുന്നു, ഭയങ്കര പേടിയായിരുന്നു. ഇവിടെ കാര്യം ഓർത്ത് എപ്പോഴും ഒരു പനി വന്നാൽ പേടി, ഇവർക്ക് ഒരു ചുമ വന്നാൽ പേടി, ജലദോഷം വന്നാൽ എനിക്ക് ഭയങ്കര പേടിയാണ്. കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കുമെന്ന് പേടിയാണ്. പക്ഷേ ഞാൻ എപ്പോഴും മാതാവിനോട് പ്രാർത്ഥിക്കുന്ന ഉടമ്പടി തൈലം വെച്ച് പ്രാർത്ഥിക്കും. ഇവർക്ക് EGക്കൊക്കെ കൊണ്ടുപോകുമ്പോഴെല്ലാം ഞാൻ ആ തൈലം വെച്ച് പ്രാർത്ഥിച്ചു. അന്ന് EGക്ക് കൊണ്ടുപോയപ്പോഴേക്കും ഏതാണ്ട് മെയ് ആ സമയത്ത് ഫസ്റ്റ് എങ്ങാണ്ടാണ് ഇവർക്ക് EG എടുക്കുന്നത്. ഡോക്ടർ പറഞ്ഞു ഒരു EGയും കൂടി നമുക്ക് എടുത്തു നോക്കാം, അതിലൊന്നും ഒന്നും കുഴപ്പമില്ലെങ്കിൽ നമുക്ക് ഈ മെഡിസിൻ ഇവിടെ കൂടി നിർത്താമെന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് ഒരു മെയ് 1 എങ്ങാണ്ട് EG എടുത്തു. ഞാൻ ഉടമ്പടിയിൽ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കുഞ്ഞിന് ഒരു കുഴപ്പമില്ലെങ്കിൽ ഞാനിവിടെ ഒന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന്. അത് ഇങ്ങനെ പറഞ്ഞു. ഇവിടെ വന്ന് ഉടമ്പടി ചെയ്തതിൻ്റെ ഫലമായിട്ട് കുഞ്ഞിനും പിന്നെ EG റിപ്പോർട്ടിൽ നെഗറ്റീവായിട്ടാണ് കാണിച്ചത്, ഒരു കുഴപ്പമില്ല. ഞാനിവിടെ 3 പ്രാവശ്യം വന്നു, ഈ കുഞ്ഞുമായിട്ട് 3 പ്രാവശ്യം വന്നു. പക്ഷേ 3 പ്രാവശ്യം വന്നിട്ട് എനിക്ക് ചെയ്യാൻ പറ്റി. 3ാമത്തെ പ്രാവശ്യമാണ് എനിക്കിവിടെ വന്ന് ഇത് ചെയ്യാൻ പറ്റിയത്. ചുമ്മാതെ ഒന്നും ഇവിടോട്ട് ഇങ്ങനെ കയറി വരാൻ പറ്റത്തില്ല. ഒരു പ്രത്യേക ഒരു അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ, മാതാവിൻ്റെ ഒരു ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടോട്ട് കയറി വരാൻ പറ്റത്തുള്ളൂ. പിന്നെ എൻ്റെ ഇത് പറയാനുള്ളത്, 2010 ഞാൻ സൗദിയിൽ നേഴ്സായിട്ട് ജോലി ചെയ്യാനായിട്ട് സൗദിയിൽ പോയി. അവിടെ വെച്ച് ഒരു 3 മാസമൊക്കെ ആയപ്പോഴേക്കും അവിടുന്ന് അവർ പറയുകയാണ് തിരിച്ചു പോക്കണം. ഞാനതാണ്ട് 1.5 ലക്ഷം രൂപയോളം കൊടുത്തിട്ടാണ് അവിടേക്ക് പോകുന്നത്. ഞങ്ങൾ 5 മക്കളാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി ബുദ്ധിമുട്ട്. എൻ്റെ നേരെ മൂത്ത നേഴ്സ് എല്ലാവർക്കും ഒത്തിരി പാടുപെട്ടാണ് ഞങ്ങൾ പഠിപ്പിച്ചത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ ഈ 3 മാസം കൊണ്ട് ചെന്നപ്പോൾ അവർ പറയുക പെട്ടെന്ന് പൊക്കോളാൻ വന്നപ്പോഴേക്കും മനസ്സിനാകെ വിഷമമായി. അങ്ങനെ തിരിച്ചു പോരാനായിട്ടൊരു മമ്മി പറഞ്ഞു, മമ്മി കുഴപ്പമൊന്നുമില്ല, നീ പോകുന്നു, ഞങ്ങളൊക്കെ നോക്കിക്കോളാം, നീ ഇഞ്ഞ് പോകുന്നോളാം പറഞ്ഞെങ്കിലും മറ്റുള്ളവരെ ഫേസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട്. എനിക്ക് ആകെ വിഷമിച്ചു. അങ്ങനെ എനിക്ക് ഈ കൃപാസനത്തെ പറ്റി ഒന്നും അറിയത്തില്ലായിരുന്നു. ഞാനൊരു പുസ്തകം കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നു. ഈ നമ്മുടെ സൗദി റിയാദിലോട്ടൊക്കെ പോകുമ്പോഴേക്കും കയ്യിൽ കൊന്തയോ അങ്ങനെയൊന്നും വെക്കാൻ പറ്റത്തില്ലല്ലോ. ഒരു പുറന്താളില്ലാതെ ഒരു പുസ്തകം കൈവച്ചിട്ടുണ്ടായിരുന്നു. നോക്കിയപ്പോഴേക്കും അന്ന് ഞാൻ ആരെ വിളിച്ചിങ്ങനെ പ്രാർത്ഥിക്കാനായിട്ടൊന്ന് പറയാൻ നോക്കി. അന്ന് പുസ്തകം നോക്കുമ്പോഴേക്കും നമ്പർ കിട്ടി. വിളിച്ചപ്പോഴേക്കും കൃപാവരം എന്നാണ് അതിൽ എഴുതിയേക്കുന്നത്. എനിക്കറിയില്ല, കൃപാവരം എന്നാണ് എഴുതിയേക്കുന്നത്. അവരെ വിളിച്ചൊരു ബ്രദറാണ് എടുത്തത്. ബ്രദർ പറഞ്ഞു ഞാൻ ദമാമിലുള്ളൊരു ബ്രദറുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം. അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്തു. അങ്ങനെ അവർ പ്രാർത്ഥനാ ഗ്രൂപ്പ് അവരെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പം ഇത് ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് 3 മാസത്തെ അത്
ഇവിടുന്ന് പിന്നെ പോകാനായിട്ടുള്ള കാരണം, അവിടുന്ന് സൗദിയിൽ നിന്ന് വിടാനുള്ള കാരണം എന്ന് വെച്ചാൽ ഒരു പെന്തിക്കോസുകാർ ഒരു ചേച്ചി ഉണ്ടായിരുന്നു അവിടെ ഞങ്ങളുടെ ഹെഡ് നേഴ്സായിട്ട്. ആ ചേച്ചി ഹെഡ് നേഴ്സാണ്. ആ ചേച്ചി എന്നും രാവിലെ വന്ന് അവിടെ വന്ന് പ്രാർത്ഥിക്കാനായിട്ട് എന്നും വരും. വന്നപ്പോഴേക്കും ഞാൻ അവിടെ പ്രാർത്ഥിക്കാനായിട്ട് ചെലുത്തരും. നമ്മൾ കത്തോലിക്ക് ആയതുകൊണ്ട് ഞാനങ്ങനെ മാതാവിനെ ഇതായിട്ട് തള്ളി പറയുന്ന അടുക്കലായിട്ട് ഞാൻ സാധാരണ പോകത്തില്ല. അപ്പം പുള്ളിക്കാരി അവിടെ വന്ന്, ഞങ്ങൾ 10 മലയാളികളുണ്ട്, ആ 10-ൽ 9 പേരും അവിടെ പോയി അവരുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാം. അവർ പറയുന്നു കുഴപ്പമില്ല, നമുക്ക് മാറി അവരുടെ, അപ്പം നമുക്ക് ആ സമയത്തൊന്ന് പോയി പ്രാർത്ഥിച്ചാൽ മതിയല്ലോ, അത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ പ്രാർത്ഥന ചെല്ലാമെന്ന്. പക്ഷേ ഞാൻ പറഞ്ഞു മാതാവിനെ വിട്ട് ഒരു കളിക്ക് ഞാനില്ലെന്ന് പറഞ്ഞു. അങ്ങനെ എന്നോട് വൈരാഗ്യം മൂത്താണ് അവരവരുടെ ഡോക്ടറോട്, മെയിൻ ഡോക്ടറോട് പറഞ്ഞു. അവിടുത്തെ ഹെഡ് നേഴ്സാണ് ഈ മലയാളി. ആ പുള്ളിക്കാരി അവരോട് പറഞ്ഞു. അവർ അങ്ങനെ എന്നിൽ എന്തോ തെറ്റ് കണ്ട് അങ്ങനെയാണ് ഈ 3 മാസം കഴിയുമ്പോഴേക്കും അവരെന്നെ തിരിച്ചു വിടുന്നത്. പക്ഷേ നമ്മൾ ഇവിടെ കൃപാവരത്തിൻ്റെ ആ ഇതിൽ വിളിച്ച് ഇവിടെ പറഞ്ഞതിൻ്റെ പരമായിട്ട്